ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. പിന്നെ എന്താണ് പറയാനുള്ളത്, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടോപ്പിക്ക് റിവൈസ് ചെയ്യുക കേട്ടോ. റിവിഷൻ കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കൃത്യം ഒരാഴ്ചയാണ് നമ്മുടെ മുന്നിൽ എക്സാമിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് 172, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 170 വരെയായിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ 172, ഇതിൻ്റെ നമ്പറിങ് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ 172 വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്താ പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റാൻഡേർഡ് സൈസ് പിൻ ഹോൾ. അപ്പോൾ സ്റ്റാൻഡേർഡ് സൈസ് പിൻ ഹോൾ എന്ന് പറയുമ്പോൾ എത്രയാണ്, 1.2 mm പിൻ ഹോൾ മേ കറക്റ്റ് റിഫ്രാക്റ്റീവ് എറർ അപ് ടു 3 diopter ആണ്. അപ്പോൾ എന്താണ്, ഒരു സ്റ്റാൻഡേർഡ് സൈസ് പിൻ ഹോൾ 1.2 mm പിൻ ഹോൾ മേ കറക്റ്റ് റിഫ്രാക്റ്റീവ് എറർ അപ് ടു 3 diopter ആണ്. ടൈപ്സ് ഓഫ് വിഷ്വൽ അക്യൂറ്റി ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ് മിനിമം വിസിബിൾ, മിനിമം സെപ്പറബിൾ, ഹൈപ്പർ അക്യൂറ്റി. ഇതൊക്കെ എന്താണ്, വിഷ്വൽ അക്യൂറ്റീൻ്റെ ടൈപ്സ് ആണ്. എന്തല്ല, മാക്സിമം റിസോൾവബിൾ അതിനകത്ത് വരില്ല. വെൻ കറക്റ്റിംഗ് ഹൈപ്പർമെട്രോപ്പിയ, ഇഫ് പ്ലസ് ലെൻസ് പ്ലേസ്ഡ് അവേ ഫ്രം ദ ഐ, ദ റിക്വയർഡ് പവർ ടു കറക്റ്റ് വിൽ ബി, എന്താണ്, ഹൈപ്പർമെട്രോപ്പിയ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇഫ് ദ പ്ലസ് ലെൻസ് ഈസ് പ്ലേസ്ഡ് അവേ ഫ്രം ദ ഐ, ദ റിക്വയർഡ് പവർ വിൽ ബി ലോവർ. Okay, required power will be lower. Moving lens away from the eye increases effective plus power. എന്താണ്, മൂവിങ് ദ ലെൻസ് അവേ ഫ്രം ദ ഐ, മൂവിങ് ദ ലെൻസ് അവേ ഫ്രം ദ ഐ എന്തിൽ റിസൾട്ട് ചെയ്യും, ഇൻക്രീസസ് ദി പ്ലസ് പവർ, എഫക്റ്റീവ് പ്ലസ് പവർ ഇൻക്രീസ് ചെയ്യും. ഇൻ ഹൈപ്പർമെട്രോപ്പിയ ഫാർ പോയിന്റ് ഈസ് ബിഹൈൻഡ് ദ ഐ, നമുക്കറിയാം അല്ലേ. സോ ഇൻ ഹൈപ്പർമെട്രോപ്പിയ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ ഐ ആണ്. സോ മൂവിങ് ദ ലെൻസ് ഫോർവേഡ്, ലെൻസ് ഫോർവേഡ് മൂവ്സ് ഇറ്റ്സ് ഫോക്കൽ പോയിന്റ് ഫോർവേഡ്. അപ്പോൾ നമ്മൾ ലെൻസിനെ ഫോർവേഡിലോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുക, അതിൻ്റെ ഫോക്കൽ പോയിന്റും ഫോർവേഡിലോട്ട് മൂവ് ചെയ്ത് പോവും. സോ ദ ലെൻസ് ഈസ് ഫർദർ അവേ ഫ്രം ദ ഫാർ പോയിന്റ് ഓഫ് ദി ഐ. To match the far point of eye, we need longer focal length plus lens. അപ്പോൾ ലോവർ പവറാണ് നമുക്ക് വേണ്ടി വരിക. ഓക്കെ, നമുക്കറിയാം എന്താണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്, നമ്മുടെ പവറിൻ്റെ ഡയോപ്റ്ററിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ ലോങ്ങർ ഫോക്കൽ ലെങ്ത് വരുമ്പോൾ ലോവർ പവർ ആയിരിക്കും വേണ്ടത്. ഷോർട്ടർ ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ പവർ കൂടുതലായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സിമിലർലി ഇത് സംഭവിക്കുന്ന മൂവിങ് ലെൻസ് ടുവേർഡ്സ് ദ ഐ ഡിക്രീസസ് എഫക്റ്റീവ് പ്ലസ് പവർ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദ ക്ലോസർ ദ ലെൻസ് ഈസ് ടു ദ ഐ, അപ്പോൾ ഐൻ്റെ എത്ര അടുത്താണോ നമ്മുടെ ലെൻസ് വരുന്നുള്ളത്, ദ ഗ്രേറ്റർ ദ പവർ റിക്വയർഡ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് കുറയുമ്പോൾ എന്ത് സംഭവിക്കും, പവർ കൂടി വരും. ടു കറക്റ്റ് ദ സെയിം എമൗണ്ട് ഓഫ് ഹൈപ്പറോപ്പിയ. ഓക്കെ, ടു റിമെമ്പർ അബൌട്ട് അഫാക്യ. ഓക്കെ, ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ടു റിമെമ്പർ അബൌട്ട് അഫാക്യ സ്പെക്ടക്കിൾ കറക്ഷൻ ഈസ് അറൗണ്ട് 10 diopter ആൻഡ് IOL അറൗണ്ട് +12 diopter. ഓക്കെ, നെക്സ്റ്റ്, ഡിസ്റ്റോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെഷറിങ്. ഡിസ്റ്റോമീറ്റർ നമുക്കറിയാം, കോൺട്രാസ്റ്റ്, സെൻസിറ്റിവിറ്റിയോ പവർ ഓഫ് ലെൻസോ വിഷ്വൽ അക്യൂറ്റിയോ ഒന്നുമല്ല, എന്താണ്, വെർട്ടെക്സ് ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റോമീറ്റർ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുക. നെക്സ്റ്റ്, ഇൻ അക്കോമഡേഷൻ കോൺവെക്സിറ്റി ഓഫ് ദ ലെൻസ്. In accommodation, convexity of the lens increase, decrease, no change എന്നാണ് ഇവിടെ ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ടില്ല. ഇവിടെ കറക്റ്റ് വരിക ഇൻക്രീസസ് ആണ് കേട്ടോ. സോ അക്കോമഡേഷൻ്റെ കേസിൽ കോൺവെക്സിറ്റി ഓഫ് ദ ലെൻസ് ഇൻക്രീസസ്. ഇൻ ഹൈപ്പർമെട്രോപ്പിയ ഫാർ പോയിന്റ് ഓഫ് ദി ഐ ഈസ്, എന്താണ്, ഹൈപ്പർമെട്രോപ്പിയൻ്റെ കേസിൽ ഫാർ പോയിന്റ് ഓഫ് ദ ഐ എന്ന് പറയുന്നത് വിർച്വൽ ആയിരിക്കും, അതുപോലെ തന്നെ ബിഹൈൻഡ് ദ ഐ ആയിരിക്കും. വിർച്വൽ ആയിരിക്കും, ബിഹൈൻഡ് ദി ഐ ആയിരിക്കും. ഓക്കെ, നോക്കിയേ, മിനിമം പ്ലസ് കറക്ഷൻ റിക്വയർഡ് ഫോർ ക്ലിയർ വിഷൻ അറ്റ് ഡിസ്റ്റൻസ് ഷോസ് അബ്സല്യൂട്ട് ഹൈപ്പർമെട്രോപ്പി ആണ് കേട്ടോ. അബ്സല്യൂട്ട് ഹൈപ്പർമെട്രോപ്പി ആണ്. ഇനിയുള്ള 2 ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ്, വൈൽ ഡൂയിങ് റെറ്റിനോസ്കോപ്പി അറ്റ് ദ ന്യൂട്രലൈസേഷൻ പോയിന്റ് ഫാർ പോയിന്റ് ഓഫ് ദ ഐ ഈസ് അറ്റ് the position of retinoscope. എന്നാണ്, while doing retinoscopy at the neutralization point. ഓക്കെ, ന്യൂട്രലൈസേഷൻ പോയിന്റിൽ ഫാർ പോയിന്റ് ഓഫ് ദ ഐ എന്ന് പറയുന്നത് എവിടെയായിരിക്കും, അറ്റ് ദ പൊസിഷൻ ഓഫ് റെറ്റിനോസ്കോപ്പിലായിരിക്കും. സോ ഫാർ പോയിന്റ് ഓഫ് ഐ മേ ബി അറ്റ് എനി പോയിന്റ് ഡിപ്പെൻഡിങ് ഓൺ ദ പവർ ഓഫ് ദി ഐ. ഇൻ റെറ്റിനോസ്കോപ്പി വി ആർ ബ്രിങ്ങിങ് ദാറ്റ് ടു ദ പൊസിഷൻ ഓഫ് ദ റെറ്റിനോസ്കോപ്പ്. അപ്പോൾ റെറ്റിനോസ്കോപ്പിൻ്റെ സമയത്ത് നമ്മൾ എന്താണ്, ഫാർ പോയിന്റ് ഓഫ് ഐ പൊസിഷൻ ഓഫ് റെറ്റിനോസ്കോപ്പിലേക്ക് കൊണ്ടുവരികയാണ്. ആൻഡ് ഐ ഇൻക്ലൂഡിങ് എമെട്രോപിക് At the neutralization point, the far point will be on the P hole of the
retinoscope, or simply with that neutralizing power eye is intentionally made myopic with the far point at position of retinoscope. അപ്പോൾ ഇത് മറക്കാണ്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ഇമ്പാക്റ്റ് റെസിസ്റ്റൻസ് ഈസ് ലെസ് ഫോർ. ഇമ്പാക്റ്റ് റെസിസ്റ്റൻസ് ഏതിനാണ് കുറവ്? ഗ്ലാസ്സിനാണ് കേട്ടോ, ഗ്ലാസ്സിനാണ്. Ardent grating is used for the evaluation of contrast sensitivity. Next, optokinetic nystagmus test is a optokinetic nystagmus test എന്ന് പറഞ്ഞാൽ എന്തിനുള്ള ടെസ്റ്റാണ്? റെസൊല്യൂഷൻ അക്യൂറ്റി ടെസ്റ്റാണ്. അതെന്ത് ടെസ്റ്റാണ്? എന്തിനുള്ളത് എന്നല്ല, എന്ത് ടെസ്റ്റാണ്? ഒരു റെസൊല്യൂഷൻ അക്യൂറ്റി ടെസ്റ്റാണ്. അപ്പോൾ റെസൊല്യൂഷൻ അക്യൂറ്റി ടെസ്റ്റിൻ്റെ മറ്റ് എക്സാമ്പിൾസ് ആണ് OKN, PLT, VER എന്നൊക്കെ പറയുന്നത്. റെസൊല്യൂഷൻ അക്യൂറ്റി ടെസ്റ്റിൻ്റെയാണ്. നെക്സ്റ്റ് നമ്മുടെ സ്നെല്ലൻസ് ആൻഡ് ലാൻഡോട്സ് ബ്രോക്കൺ റിംഗ് ടെസ്റ്റ് എല്ലാം ഡയറക്ഷൻ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റാണ്. ഓക്കെ, ഡയറക്ഷൻ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റാണ്, അറിയാലോ. നെക്സ്റ്റ്, വിച്ച് എറ്റിയോളജിക് ടൈപ്പ് ഓഫ് അനൈസോകോണിയ ഈസ് ഈസിലി കറക്റ്റബിൾ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് എറ്റിയോളജിക് ടൈപ്പ് ഓഫ് അനൈസോകോണിയ ആണ് ഈസിലി കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്? ഒപ്റ്റിക്കൽ അനൈസോകോണിയ ആണ്. ഓൾ ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കൺവേർജൻറ്റ് സ്പാസ്ം എക്സെപ്റ്റ് ഇതിനകത്ത് ഇൻ്റർമിറ്റൻറ്റ് ഡിപ്ലോപ്പിയ കൺവേർജൻറ്റ് സ്പാസത്തിൻ്റെ ഒരു ഫീച്ചറാണ്. ബ്ലറിങ് ഓഫ് വിഷനും ഇൻഡ്യൂസ്ഡ് മയോപ്പിയ ഒക്കെ എന്താണ്? കൺവേർജൻസിൻ്റെ ഒരു ഫീച്ചറാണ്. എക്സെപ്റ്റ് ഏതല്ല? മൈഡ്രിയാസിസ് മാത്രം അതിനകത്ത് വരില്ല. നെക്സ്റ്റ്, മാഗ്നിഫിക്കേഷൻ ഓഫ് +40 ഡയോപ്റ്റർ ലെൻസ് ഈസ്. അപ്പോൾ +40 ഡയോപ്റ്റർ ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? D/4 ആണ്. ഇവിടെ +40 ആണ് നമുക്ക് തന്നു. അപ്പോൾ 40/4 എന്ന് പറയുമ്പോൾ 10x ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ 10x ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ D/4 ആണ്. മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു D/4. നെക്സ്റ്റ്, ഓൾ ആർ ഫീച്ചേഴ്സ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ എക്സെപ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, പ്ലെയിൻ മിറർ, ഇതിൻ്റെയൊക്കെ എല്ലാ പോസിബിൾ കണ്ടീഷൻസും നിങ്ങൾ പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഓരോ ദിവസമായിട്ട് ഓരോന്നായിട്ട് പഠിക്കുക. അതിനകത്ത് നമ്മൾ പറഞ്ഞേ കോൺവെക്സ് ലെൻസും അതുപോലെ തന്നെ കോൺകേവ് മിററും ഒരുപോലെ ആയിരിക്കും. ഒരു പെയറായിട്ട് നമുക്ക് ഒന്നിച്ച് പഠിക്കാം. അതുപോലെ തന്നെ കോൺവെക്സ് മിററും കോൺകേവ് ലെൻസും ഒരു പെയറായിരിക്കും. അപ്പോൾ അത് ഒരുമിച്ച് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണ്? ഓൾ ആർ ഫീച്ചേഴ്സ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ എക്സെപ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സെയിം സൈസിൽ കിട്ടാറുണ്ട്, ലാറ്ററലി ഇൻവേർട്ടഡ് ഉണ്ടാവാറുണ്ട്, സെയിം ഡിസ്റ്റൻസ് ഫ്രം മിററും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇമേജ് ഒരിക്കലും എന്താണ്? റിയൽ ആവാറില്ല. അതെപ്പോഴും വിർച്വൽ ആയിരിക്കും. അപ്പോൾ റിയൽ ആയിട്ട് നമുക്ക് ഇമേജ് കിട്ടില്ല അവിടെ. ഏത്? പ്ലെയിൻ മിററിനകത്തൊക്കെ റിയൽ ഇമേജ് അല്ല, വിർച്വൽ ഇമേജാണ് അവിടെ ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ വിസ്റ്റക് ചാർട്ട് ഈസ് യൂസ്ഡ് ഫോർ ദ ഇവാലുവേഷൻ ഓഫ് എന്താണ്? കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി ആണ്. ഇപ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റിന് ഒരു കാര്യം കൂടി ഇവിടെ പഠിച്ചിരുന്നല്ലോ. ഏതായിരുന്നു അത്? ആർഡൻ ഗ്രേറ്റിംഗ്. ഓക്കെ, ആർഡൻ ഗ്രേറ്റിംഗ് എന്തിനാണ്? കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി ആണ്. ഇവിടെ വിസ്റ്റക് ചാർട്ടും എന്തിൻ്റെ ഇവാലുവേഷന് വേണ്ടിയിട്ടാണ്? കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റിക്ക് വേണ്ടിയാണ്. നെക്സ്റ്റ്, ബെസ്റ്റ് ഒപ്റ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഫോർ കറക്റ്റിംഗ് ഇറഗുലർ അസ്റ്റിഗ്മാറ്റിസം. കോണ്ടാക്ട് ലെൻസ്. ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നു തോന്നുന്നു അല്ലേ. നെക്സ്റ്റ്, ഇഫ് ദ ആക്സിയൽ ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് IOL പവർ ഡിക്രീസ്. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇൻ ദ ഹൈപ്പർമെട്രോപിക് ഐ ദ സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ലൈസ്. എന്താണ്? ഒരു ഹൈപ്പർമെട്രോപിക് ഐനകത്ത് സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് എവിടെയാണ് ഉണ്ടാവുക? ബിഹൈൻഡ് ദ റെറ്റിനയാണ്. The jack in the box phenomenon is observed in aphakia correction using spectacle. അപ്പോൾ സ്പെക്ടക്കിൾ വെച്ചിട്ട് നമ്മുടെ അഫാക്കിയ കറക്ഷൻ ചെയ്യുമ്പോൾ കാണുന്നുള്ള ഒരു ഫിനോമിനൻ ആണ് ജാക്ക് ഇൻ ദ ബോക്സ് എന്ന് പറയുന്നുള്ള ഫിനോമിനൻ. ട്രാൻസ്വേഴ്സ് കെരാട്ടോട്ടോമി ഈസ് യൂസ്ഡ് ഫോർ കറക്റ്റിംഗ്. എന്താണ്? ട്രാൻസ്വേഴ്സ് കെരാട്ടോട്ടോമി ഈസ് യൂസ്ഡ് ഫോർ കറക്റ്റിംഗ് മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം, പ്രസ്ബയോപ്പിയ. ഇവിടെ നമുക്ക് ട്രാൻസ്വേഴ്സ് കെരാട്ടോട്ടോമി യൂസ് ചെയ്യുന്നുള്ളത് അസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ കേസിലാണ് കേട്ടോ. അസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ കേസിലാണ്. നെക്സ്റ്റ്, ഇൻ റെറ്റിനോസ്കോപ്പി സ്വേർലിംഗ് റിഫ്ലക്സ് ഈസ് സീൻ ഇൻ ഏതാണ്? ഹൈ അസ്റ്റിഗ്മാറ്റിസം ആണ്. ഓക്കെ, ഹൈ അസ്റ്റിഗ്മാറ്റിസം ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഒപ്റ്റിക്സ് ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നെക്സ്റ്റ്, ആൻറ്റീരിയർ സെഗ്മെൻറ്റിലോട്ട് പോവാണ്. ഓക്കെ, ആൻറ്റീരിയർ സെഗ്മെൻറ്റിനകത്ത് വരുന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ട്രക്കോമ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഏത് ബാക്ടീരിയ ആണ് കോസ് ചെയ്യുന്നത്? ക്ലമൈഡ
ട്രക്കോമറ്റൈസ് എന്ന് പറയുന്നുള്ള ഒരു ബാക്ടീരിയമാണ് ഈ ട്രക്കോമ എന്ന് പറയുന്ന ഡിസീസ് കോസ് ചെയ്യുന്നുള്ളത്. അതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത? കണ്ടാമിനേറ്റഡ് വാട്ടറോ ഹൗസ് ഫ്ലൈസോ അല്ലെങ്കിൽ പുവർ ഹൈജീനോ ഇതൊക്കെ വഴി എന്തുണ്ടാവും? ഈ ട്രക്കോമ എന്ന് പറയുന്ന ഡിസീസ് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ്, റപ്ചർ ഇൻ ദ ഡെസിമെൻസ് മെംബ്രെയിൻ ഈസ് സീൻ ഇൻ. റപ്ചർ ഇൻ ഡെസിമെൻസ് മെംബ്രെയിൻ ഈസ് സീൻ ഇൻ. ഇവിടെ ഓൾ ഓഫ് ദി അബോവ് ആണ് കറക്റ്റായിട്ട് വരിക കേട്ടോ. ഓൾ ഓഫ് ദി അബോവ് ആണ്. നെക്സ്റ്റ്, ദ പാത്തോളജി ഓഫ് സ്നോ ബ്ലൈൻഡ്നെസ് ഇൻവോൾവ്സ് ദ കോർണിയ. പാത്തോളജി ഓഫ് സ്നോ ബ്ലൈൻഡ്നെസ് ഇൻവോൾവ്സ് ദി കോർണിയ. നെക്സ്റ്റ്, മോസ്റ്റ് ഡയഗ്നോസിസ് സൈൻ ഓഫ് ആൻറ്റീരിയർ യുവൈറ്റിസ്. എന്താണ് മോസ്റ്റ് ഡയഗ്നോസിസ് സൈൻ ഓഫ് ആൻറ്റീരിയർ യുവൈറ്റിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. KPs ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുള്ളത്. നെക്സ്റ്റ്, ഡിസ്റ്റിക്കയാസിസ് ഈസ് an extra row of lashes. ഒരു എക്സ്ട്രാ റോ ഓഫ് ലാഷസിനെയാണ് എക്സ്ട്രാ റോ ഓഫ് ലാഷസിനെയാണ് നമ്മൾ ഡിസ്റ്റിക്കയാസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എപ്പിഡമിക് കെറാക്ടോ കഞ്ചക്റ്റിവൈറ്റിസ്. എന്താണ് എപ്പിഡമിക് കെറാക്ടോ കഞ്ചക്റ്റിവൈറ്റിസ് കോസ് ചെയ്യുന്ന ആളാരാണ്? അഡിനോ വൈറസ് ആണ്. ആരാണ്? അഡിനോ വൈറസ് ആണ്. ഇനി നമ്മുടെ കോർണിയ മാത്രമാണ് ഇൻഫ്ലമേഷൻ കോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കോർണിയന് മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? കെരാറ്റൈറ്റിസ് എന്ന് പറയും. ഇനി വെൻ ഓൺലി ദ കഞ്ചക്റ്റീവിനെ മാത്രമാണ് ഇൻഫ്ലമേഷൻ കോസ് ചെയ്തിട്ടുള്ളത് നമ്മൾ എന്ത് പറയും? കഞ്ചക്റ്റിവൈറ്റിസ് എന്ന് പറയും. പിന്നെ നമ്മുടെ ഈ കോർണിയനെയും അതുപോലെ തന്നെ കഞ്ചക്റ്റീവിനെയും രണ്ടിനെയും എന്താണ് ഇൻഫ്ലമേഷൻ കോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? കെറാക്ടോ കഞ്ചക്റ്റിവൈറ്റിസ് എന്ന് പറയും. എന്ത് പറയും? കെറാക്ടോ കഞ്ചക്റ്റിവൈറ്റിസ് എന്ന് പറയും. അത് കോസ് ചെയ്യുന്നുള്ള ആളാണ് അഡിനോ വൈറസ് എന്ന് പറയുന്നത്. സോ കെറാറ്റോ കഞ്ചക്റ്റിവൈറ്റിസ് സിക്കാണെങ്കിൽ ഡ്രൈനെസ് ആണ് കോസസ് ആണ്. ഓരോ ഡിസീസിൻ്റെയും കോസസ് ആണ് പറയുന്നത്. ഇനി അലേർജൻസ് കാരണമാണെങ്കിൽ വെർണൽ കെറാറ്റോ കഞ്ചക്റ്റിവൈറ്റിസ് അല്ലെങ്കിൽ സ്പ്രിംഗ് കെട്ര ആണ് കോസ് ചെയ്യുക. ഓക്കെ, അലേർജൻസ് ആണെങ്കിൽ. ഇനി അട്ടോപ്പി ആണെങ്കിൽ അട്ടോപ്പിക് കെറാറ്റോ കഞ്ചക്റ്റിവൈറ്റിസ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ അഡിനോ വൈറസ് ആണെങ്കിൽ എപ്പിഡമിക് കെറാറ്റോ കഞ്ചക്റ്റിവൈറ്റിസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ചലാസിയോൺ ഓർ കലാസിയോൺ is the infection of മെയ്ബോമിയൻ ഗ്ലാൻഡ്. മെയ്ബോമിയൻ ഗ്ലാൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ മെയ്ബോമിയൻ ഗ്ലാൻഡിൻ്റെ ഇൻഫെക്ഷനാണ് ചലാസിയോൺ അല്ലെങ്കിൽ കലാസിയോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോപ്സ് നോഡ്യൂൾസ് ആർ സീൻ ഓൺ. നോഡ്യൂൾസ് ആർ സീൻ ഓൺ പ്യൂപ്പിലറി മാർജിൻ ആണ്. നെക്സ്റ്റ്, ഡി ഷേപ്ഡ് പ്യൂപ്പിൾ ഒക്കേഴ്സ് ഇൻ. ഡി ഷേപ്ഡ് പ്യൂപ്പിൾ എപ്പോഴാണ് കാണപ്പെടുക? ഇറിഡോ ഡയാലിസിസിൻ്റെ കേസിലാണ്. ഓക്കെ, ഓരോ കണ്ടീഷനും അതിൻ്റെ സിംറ്റമും കോസൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ അടുത്തുള്ള പഠിക്കുന്നുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മാറിപ്പോകരുത്. ഡി ഷേപ്ഡ് പ്യൂപ്പിൾ ഒക്കേഴ്സ് ഇൻ ഇറിഡോ അല്ലെങ്കിൽ ഐറിഡോ ഡയാലിസിസിലാണ്. എവർബുഷ് ഓപ്പറേഷൻ ഈസ് ഫോർ ടോസിസിനാണ് കേട്ടോ, ടോസിസിനാണ്. ഫാൾസ് റിഗാർഡിങ് ടെറീജിയത്തിനെ കുറിച്ച് ഫാൾസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റേഷനറി ആണ്, സീൻ അറ്റ് എനി സൈറ്റ് ആണ്, ക്യാൻ ഒക്കർ അറ്റ് എനി ചേഞ്ച്. ഇതൊക്കെയാണ് എന്ത് ട്രൂ ആയിട്ട് വരുന്നത്. പ്രോബ് കനോട്ട് ബി പാസ്ഡ്, അത് റോങ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, അബ്നോർമൽ ഡ്രൈനെസ് ഈസ് സീൻ ഇൻ. അബ്നോർമൽ ഡ്രൈനെസ് ഏതിനകത്താണ് കാണുക? സെറോഫ്താൽമിയക്കകത്ത് അല്ലേ ഡ്രൈനെസ്. നെക്സ്റ്റ്, സാറ്റലൈറ്റ് നോഡ്യൂൾസ് ഇൻ ദ കോർണിയ ആർ കോസ്ഡ് ബൈ. അപ്പോൾ സാറ്റലൈറ്റ് നോഡ്യൂൾസ് കോസ് ചെയ്യുന്നുള്ളത് ആരാണ്? ഫംഗസ് ആണ്. ഇതിനകത്ത് കോർണിയക്കകത്ത് സാറ്റലൈറ്റ് നോഡ്യൂൾസ് കോസ് ചെയ്യുന്നുള്ളത് ഫംഗസ് ആണ്. ദ പ്രസൻസ് ഓഫ് സാറ്റലൈറ്റ് ലെഷൻസ് സ്ട്രോങ്ലി സജസ്റ്റ് എ ഫംഗൽ ഇൻഫെക്ഷൻ. അപ്പോൾ സാറ്റലൈറ്റ് ലെഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതെന്തിൻ്റെ ഇൻഫെക്ഷൻ ആയിരിക്കും? ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കും. അപ്പോൾ അവിടെ പോസിറ്റീവ് ഏജൻറ്റ് ആരാണ്? ഫംഗസ് ആണ്. നെക്സ്റ്റ്, സാൽമൺ പാച്ചസ് ആർ സീൻ ഇൻ. സാൽമൺ പാച്ചസ് എവിടെയാണ് കാണുക? ഇൻ്റർസ്റ്റീഷ്യൽ കെരാറ്റൈറ്റിസിൻ്റെ കേസിലാണ്. സാൽമൺ പാച്ചസ് കാണാറുള്ളത്. നെക്സ്റ്റ്, ദ ഡെപ്പോസിറ്റ് സീൻ ഇൻ ആർക്കസ് സെനിലിസ് ഈസ്. ലിപ്പിഡാണ്. സോ ആർക്കസ് സെനിലിസ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ കളറായിട്ടുള്ള ഗ്രേ ഒപ്പാക്ക് റിംഗ് ഓർ ആർക്ക് ദാറ്റ് ഡെവലപ്പ് അറൗണ്ട് ദ കോർണിയ ഓഫ് ദ ഐ. നമ്മുടെ കോർണിയൻ്റെ ചുറ്റുമായിട്ട് വളരുന്നുള്ള ഒരു ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് കളറായിട്ടുള്ള ഒരു ഒപ്പാക്ക് റിങ്ങിനെയാണ് നമ്മൾ ആർക്കസ് സെനിലിസ് എന്ന് പറയുക. ഓക്കെ, അതെന്തിൻ്റെ ഡെപ്പോസിറ്റാണ്? ലിപ്പിഡ്സിൻ്റെ ഡെപ്പോസിറ്റാണ്. ദിസ് ആർക്ക് ഓർ റിംഗ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ആർക്കസ് സെനിലിസ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ലിപ്പിഡ്സ് ഓർ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ഇൻ ദ കോർണിയ. കോർണിയയിൽ എന്താണ് നമ്മുടെ ലിപ്പിഡ്സ് അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ഡെപ്പോസിറ്റ് മൂലമാണ് ഇതുണ്ടാവുന്നത്.
നെക്സ്റ്റ് കോർണിയ ഈസ് തിൻഡ് ഇൻ ഏതാണ് കെറാറ്റോകോണസ് ആണ് അല്ലേ, കെറാറ്റോകോണസ്. നെക്സ്റ്റ് ബാൻഡ് ഷേപ്ഡ് കെറാറ്റോപ്പതി ഈസ് ഡ്യൂ ടു calcareous degeneration. Okay, calcareous degeneration. Munson's sign is seen in എന്താണ് Munson's sign is seen in keratoconus. Common cause of non-healing corneal ulcer. Non-healing ആയിട്ടുള്ള കോർണിയൽ അൾസറിൻ്റെ കോമൺ കോസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റായിട്ട് വരിക. ഡയബറ്റിസ് മെലിറ്റസ് ഒരു റീസൺ ആണ്, റേസ്ഡ് ഇൻട്രാഓക്കുലർ പ്രഷർ ഒരു റീസൺ ആണ്, ക്രോണിക് ഡാക്രയോസിസ്റ്റൈറ്റിസ് ഒരു റീസൺ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് റീസൺ ആയിട്ട് വരുന്നുള്ളത്. നോൺ ഹീലിംഗ് കോർണിയൽ അൾസറിന് ക്രോണിക് ഡാക്രോസിസ്റ്റൈറ്റിസ് വരുന്നുണ്ട്, റേസ്ഡ് ഇൻട്രാഓക്കുലർ പ്രഷർ വരുന്നുണ്ട്, ഡയബറ്റിസ് മെലിറ്റസ് വരുന്നുണ്ട്. ഇനി ഈ നമ്മുടെ ഈ കോർണിയൽ അൾസറിൻ്റെ ഏർലിയസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് ഫോട്ടോഫോബിയ ആണ് കേട്ടോ. ഫോട്ടോഫോബിയ ആണ് ഏർലിയസ്റ്റ് സിംറ്റം ആയിട്ട് വരുന്നുള്ളത്. നെക്സ്റ്റ് ഫാസിക്കുലർ അൾസർ ഈസ് പ്രസൻറ്റ് ഇൻ ന്യൂറോ പാരാലിറ്റിക് കെറാറ്റൈറ്റിസ് ആണ് കേട്ടോ. ന്യൂറോ പാരാലിറ്റിക് കെറാറ്റൈറ്റിസിലാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു റപ്ചർ ഓഫ് ഡെസിമെന്റ് മെംബ്രെയിൻ ഈസ് സീൻ ഇൻ കെറാറ്റോകോണസ്. വീണ്ടും പറയുന്നില്ല. നെക്സ്റ്റ് ബുള്ളോസ് കെറാറ്റോപ്പതി ഇൻവോൾവ്സ് എൻഡോത്തീലിയം ആണ് കേട്ടോ. ബുള്ളോസ് കെറാറ്റോപ്പതി ഇൻവോൾവ്സ് എന്താണ് എൻഡോത്തീലിയമാണ്. ഇൻ കേസ് ഓഫ് സെൻട്രൽ ഡെൻസ് ല്യൂക്കോമ ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ഈസ് എന്താണ് ഇൻ കേസ് ഓഫ് സെൻട്രൽ ഡെൻസ് ല്യൂക്കോമ ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ഈസ് പെനട്രേറ്റിംഗ് കെറാറ്റോപ്ലാസ്റ്റി ആണ് കേട്ടോ. എന്താണ് പെനട്രേറ്റിംഗ് കെറാറ്റോപ്ലാസ്റ്റി ആണ് ഏത് സെൻട്രൽ ഡെൻസ് ല്യൂക്കോമേൻ്റെ കേസിൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. സിലിയറി കൺജഷൻ ഈസ് മോസ്റ്റ് മാർക്കഡ് അറ്റ് ദി ലിംബസ് അല്ലേ. ലിംബസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ സിലിയറി കൺജഷൻ ഈസ് മോസ്റ്റ് മാർക്കഡ് അറ്റ് ദ ലിംബസ് ആൻഡ് കൺജക്റ്റീവൽ കൺജഷൻ ആണെങ്കിൽ എവിടെയായിരിക്കും ഫോർനസസിലായിരിക്കും. അപ്പോൾ സിലിയറി കൺജഷൻ മോസ്റ്റ് മാർക്കഡ് അറ്റ് ദ ലിംബസ് ആണ്, കൺജക്റ്റീവൽ കൺജഷൻ ആണെങ്കിൽ മോസ്റ്റ് മാർക്കഡ് ഇൻ ദ ഫോർനസസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാക്ടീരിയ ഈസ് മോസ്റ്റ് കോമൺലി ഇൻവോൾവ്സ് ഇൻ അക്യൂട്ട് ഡാക്രോസിസ്റ്റൈറ്റിസ്? ഏതാണ് വരിക? സ്റ്റഫൈലോകോക്കയാണ് കേട്ടോ. മാറിപ്പോകരുത്, സ്റ്റഫൈലോകോക്കയാണ്. അപ്പോൾ സ്റ്റഫൈലോകോക്ക എന്ന് പറയുമ്പോൾ ഒരു ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്. ഗ്രാം പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ എന്ത് കളറിൽ കാണും? വയലറ്റിൽ കാണും. അപ്പോൾ ഗ്രാം പോസിറ്റീവ് എന്ന് പറയുമ്പോൾ സ്റ്റഫൈലോകോക്ക എന്ന് പറയുമ്പോൾ ഒരു ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്. കൊക്ക എന്ന് വെച്ചാൽ എന്താണ്? റൗണ്ട് ഷേപ്പ്ഡ് ആണ്. ഈ സ്റ്റഫൈലോകോക്ക എങ്ങനെയാണ് കാണുക? ഇങ്ങനെ ക്ലസ്റ്റർ ആയിട്ടാണ് കാണുക. ഗ്രേപ്സിനെ പോലെയാണ് സ്റ്റഫൈലോകോക്കൈ കാണപ്പെടാറുള്ളത്. ഗ്രാം പോസിറ്റീവാണ്, അതുകൊണ്ട് തന്നെ വയലറ്റ് കളറിലാണ് നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ കാണപ്പെടുന്നുള്ളത്. ഓക്കെ ആണല്ലോ. ആ ബാക്ടീരിയ ആണ് കോമൺലി നമ്മുടെ അക്യൂട്ട് ഡാക്രോസിസ്റ്റൈറ്റിസിൽ കാണപ്പെടുന്നുള്ളത്. കോബിൾ സ്റ്റോൺ പാപ്പിലെ ആർ പാത്തോജനസിസ് ഓഫ് വെർണൽ കൺജക്റ്റിവൈറ്റിസ്. വെർണൽ കൺജക്റ്റിവൈറ്റിസ്. ഇത് നമ്മൾ പഠിച്ചു. വെർണൽ കൺജക്റ്റിവൈറ്റിസിനെയാണ് നമ്മൾ ഓൾറെഡി എന്താണെന്ന് പറയുന്നത്? സ്പ്രിംഗ് കാറ്ററ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോളോയിങ് ബാക്ടീരിയ പെനട്രേറ്റ് ഇൻടാക്ട് എപ്പിത്തീലിയം. ഗോണോകോക്കസ് ആണ്. ഓക്കെ, ഇൻടാക്ട് എപ്പിത്തീലിയം പെനട്രേറ്റ് പോകുന്നുള്ള ഒരു ബാക്ടീരിയ ആണ് ഇത് ഗോണോകോക്കസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ക്വിക്ക് ടിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഓർഗാനിസംസ് ഈറ്റ് ദ കോർണിയ ആസ് ലഞ്ച് എന്നാണ് പറഞ്ഞത്. ഓർഗാനിസംസ് ഈറ്റ് ദ കോർണിയ ആസ് ലഞ്ച്. അവിടെ എ എന്ന് പറയുന്നത് അക്കാന്തമീബയാണ്, എസ് ഷിജല്ലയാണ്. എയിൽ അക്കാന്തമീബ, എസ് ഷിജല്ല, എൽ എന്ന് പറഞ്ഞാൽ ലിസ്റ്റീരിയ, എൻ എന്ന് പറയുമ്പോൾ നെയ്സീരിയ. ഈ നെയ്സീരിയക്കകത്ത് വരുന്നതാണ് ഗൊണോറിയും നെയ്സീരിയ മെനിഞ്ചൈറ്റിസും നെയ്സീരിയ ഗൊണോറിയ. ഓക്കെ, സോ രണ്ടെണ്ണം ഉണ്ട്. പിന്നെ വരുന്നുള്ളതാണ് സി കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ, എച്ച് ഹീമോഫിലസ് ഈജിപ്റ്റസ്. അപ്പോൾ ഇത്രയാണ് ഓർഗാനിസംസ് ഈറ്റ് ദ കോർണിയ ആസ് ലഞ്ച് എന്ന് പറഞ്ഞ ഒരു ക്വിക്ക് ടിപ്പ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻ ഇൻസൈഡ് ദ ഐ ഈസ് ലോ ബിക്കോസ് ഓഫ് നോ ഡയറക്റ്റ് ബ്ലഡ് സപ്ലൈ. അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസ് നമ്മുടെ ബ്ലഡിനകത്തുള്ള WBCs ആണ്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് നമുക്ക് മെയിനായിട്ട് തരുന്നുള്ളത്, റെസിസ്റ്റൻസ് തരുന്നുള്ളത്. അപ്പോൾ ഇൻസൈഡ് ദ ഐ എന്തില്ല? ഡയറക്റ്റ് ബ്ലഡ് സപ്ലൈ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ WBCs ആൾക്കാരോ അങ്ങനെയൊന്നും ഇവിടെ പ്രസൻ്റ് അല്ല. നമ്മുടെ
ഐൻ്റെ ഇൻസൈഡിൽ. അതുകൊണ്ടാണ് അവിടെ റെസിസ്റ്റൻസ് ലോ ആയിട്ട് കാണുന്നത്. ഹെർബേർട്സ് പിറ്റ്സ് ആർ സീൻ ഓൺ ദ ലിംബസ്. എന്താണ്? ഹെർബേർട്സ് പിറ്റ്സ് ആർ സീൻ ഓൺ ദ ലിംബസ്. അക്യൂട്ട് ട്രക്കോമ, നമ്മൾ ട്രക്കോമ നേരത്തെ പറഞ്ഞില്ല. അക്യൂട്ട് ട്രക്കോമ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ഫോളിക്കുലാർ കൺജക്റ്റിവൈറ്റിസ് ഉണ്ടാവും. എന്തുണ്ടാവും? ഒരു ഫോളിക്കുലാർ കൺജക്റ്റിവൈറ്റിസ് ഉണ്ടാവും. ദാറ്റ് ഈസ് യൂഷ്വലി ബൈലാറ്ററൽ ആൻഡ് യൂഷ്വലി മോർ പ്രോമിനൻറ്റ് ഓൺ ദ സുപ്പീരിയർ ടാർസൽ കൺജക്റ്റിവ. ഫോളിക്കിൾസ് മേ ഓൾസോ അപ്പിയർ അറ്റ് ദ ലിംബസ്. വെൻ ദീസ് ഹീൽ ദേ ഫോം പാത്തോഗ്നോമോണിക് സിസാട്രൽ സ്കാർസ് നോൺ ആസ് ഹെർബേർട്സ് പിറ്റ്സ്. ഓക്കെ, ഹെർബേർട്സ് പിറ്റ്സ് എവിടെയാണ് കാണപ്പെടുക? നമ്മുടെ ലിംബസിലാണ് കാണപ്പെടുക. നെക്സ്റ്റ്, ട്രാൻറ്റാസ് സ്പോട്സ് ആർ നോട്ടീസ്ഡ് ഇൻ കേസസ് ഓഫ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, എങ്കിലും നോക്കി വെച്ചോളൂ കേട്ടോ. ട്രാൻറ്റാസ് സ്പോട്സ് ആർ നോട്ടീസ്ഡ് ഇൻ കേസ് ഓഫ് വെർണൽ കെരാട്ടോ കൺജക്റ്റിവൈറ്റിസ്. എന്താണ് വെർണൽ കെരാട്ടോ കൺജക്റ്റിവൈറ്റിസ്? ഓർഗാനിസം കോസിങ് ഒഫ്താൽമിയ നിയോനറ്റോറം. ഇത് വേണം. ഇതാണ് നെയ്സീരിയ ഗൊണോറിയാണ്. ഓർഗാനിസം കോസിങ് ഒഫ്താൽമിയ നിയോനറ്റോറം ഏതാണ്? നെയ്സീരിയ ഗൊണോറിയാണ്. നമ്മൾ നെയ്സീരിയ മെനിഞ്ചൈറ്റിസും ഉണ്ട്, നെയ്സീരിയ ഗൊണോറിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നെയ്സീരിയ ഗൊണോറിയാണ് വരുന്നുള്ളത്. നെക്സ്റ്റ്, ബൈറ്റോഡ്സ് സ്പോട്സ് ആർ അസോസിയേറ്റഡ് വിത്ത്. ബൈറ്റോഡ്സ് സ്പോട്സ് ആർ അസോസിയേറ്റഡ് വിത്ത് വിറ്റാമിൻ എ ഡെഫിഷ്യൻസിയാണ്. വിറ്റാമിൻ എ ഡെഫിഷ്യൻസിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിറ്റാമിൻ എ ഡെഫിഷ്യൻസിൻ്റെ മറ്റുള്ള സയൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ ബൈറ്റോഡ്സ് സ്പോട്സ്, പിന്നെ നമ്മുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ്, പിന്നെ നമ്മൾ പറഞ്ഞു സിറോഫ്താൽമിയ അല്ലെങ്കിൽ കൺജക്റ്റിവൈൽ സിറോസിസ് എന്ന് പറഞ്ഞു. കോർണിയൽ സിറോസിസ് വരും. അതുപോലെ തന്നെ കോർണിയൽ അൾസർ ഉണ്ട്, കവറിങ് ലെസ് ദാൻ 1/3 ഓഫ് ദ കോർണിയ. എന്താണ്? കവറിങ് 1/3 ഓഫ്, ലെസ് ദാൻ 1/3, ഇവിടെ അറ്റ്ലീസ്റ്റ് 1/3. അങ്ങനെ 2 ടൈപ്പ് കോർണിയൽ അൾസർ വരുന്നുണ്ട്, പിന്നെ കോർണിയൽ സ്കാറിങ്. ഇതൊക്കെയാണ് വിറ്റാമിൻ എ ഡെഫിഷ്യൻസി ആയിട്ട് വരുന്നുള്ളത്. പിന്നെ നെക്സ്റ്റ്, ഫ്ലൈക്ടനുലാർ കൺജക്റ്റിവൈറ്റിസ് ഈസ് ഡ്യൂ ടു അലർജി ടു എൻഡോജിനസ് പ്രോട്ടീൻ. എൻഡോജിനസ് പ്രോട്ടീനുണ്ടാകുന്ന അലർജി മൂലമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലൈക്ടനുലാർ കൺജക്റ്റിവൈറ്റിസ് കോസ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ്, ബ്ലഡ് വെസൽസ് ഇൻ എ ട്രക്കോമാറ്റസ് പാനസ്. എന്താണ്? ബ്ലഡ് വെസൽസ് ഇൻ എ ട്രക്കോമാറ്റസ് പാനസ് ലൈ ബിറ്റ്വീൻ ദ ബോമാൻസ് മെംബ്രെയിൻ ആൻഡ് എപ്പിത്തീലിയം. ബിറ്റ്വീൻ ദ ബോമാൻസ് മെംബ്രെയിൻ ആൻഡ് എപ്പിത്തീലിയം. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കോബിൾ സ്റ്റോൺ അപ്പിയറൻസ്, അത് ഇതിനകത്താണ് സ്പ്രിംഗ് കാറ്ററ അല്ലേ. പിന്നെ ആസ് എ കോംപ്ലിക്കേഷൻ ഓഫ് ദ അക്യൂട്ട് മ്യൂക്കോപ്യൂരുലൻറ്റ് കൺജക്റ്റിവൈറ്റിസ് ദ കോർണിയൽ അൾസേഴ്സ് ദാറ്റ് ഡെവലപ്പ് ആർ മാർജിനൽ. എന്താണ്? അക്യൂട്ട് മ്യൂക്കോപ്യൂരുലൻറ്റ് കൺജക്റ്റിവൈറ്റിസ് മൂലം ഉണ്ടാകുന്നുള്ള കോർണിയൽ അൾസേഴ്സ്. കോർണിയൽ അൾസേഴ്സ് എവിടെ ഉണ്ടാവുക? മാർജിനിലാണ് ഉണ്ടാവുക. നെക്സ്റ്റ്, പ്യൂപ്പിൾ ഈസ് പിൻ പോയിൻ്റ് ഇൻ ഐറൈറ്റിസ്. പ്യൂപ്പിൾ ഈസ് പിൻ പോയിൻ്റ് ഇൻ ഐറൈറ്റിസ്. കോഗൻസ് സിൻഡ്രം ഈസ് അസോസിയേറ്റഡ് വിത്ത് കെരാറ്റൈറ്റിസ്. കോഗൻസ് സിൻഡ്രം ഈസ് അസോസിയേറ്റഡ് വിത്ത് കെരാറ്റൈറ്റിസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സീൻ ഇൻ ലോസ് സിൻഡ്രം. ലോസ് സിൻഡ്രത്തിനകത്ത് വരുന്നതാണ് ഗ്ലോക്കോമ. ഏതാണ്? ഗ്ലോക്കോമയിനകത്ത് കാണപ്പെടുന്നുള്ള ഒരിതാണ് ഇത് ലോസ് സിൻഡ്രം. പാരാലിസിസ് ഓഫ് വിച്ച് ക്രേനിയൽ നെർവ് കോസ് ന്യൂറോ പാരാലിറ്റിക് കെരാറ്റൈറ്റിസ്. ഇമ്പോർട്ടൻ്റ് ആണ്, 5th ആണ്. ഓക്കെ, പാരാലിസിസ് ഓഫ് 5th ക്രേനിയൽ നെർവ് ആണ് ന്യൂറോ പാരാലിറ്റിക് കെരാറ്റൈറ്റിസ് കോസ് ചെയ്യുന്നുള്ളത്. വെയ്സ് ഓപ്പറേഷൻ ഈസ് ഡൺ ഫോർ സെനൈൽ എൻട്രോപ്പിയോൺ. ഇനി ഹൈപ്പോപ്പിയോൺ എന്ന് പറഞ്ഞാൽ, ഹൈപ്പോപ്പിയോൺ എവിടെയാണ് കാണപ്പെടുന്നുള്ളത്? ബാക്ടീരിയൽ അൾസറിലും കാണപ്പെടുന്നുണ്ട്, ഫംഗൽ അൾസറിലും കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, ആൻറ്റീരിയർ യുവൈറ്റിസ്. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഐറൈറ്റിസ് വരുന്നുണ്ട്, ഐറിഡോസൈക്ലൈറ്റിസ് വരുന്നുണ്ട്, ആൻറ്റീരിയർ സൈക്ലൈറ്റിസ് വരുന്നുണ്ട്. പക്ഷെ ആര് വരില്ല? പാർസ് പ്ലാനൈറ്റിസ് വരില്ല. ഓക്കെ, അബ്നോർമലി എക്സെൻട്രിക് പ്ലേസ്ഡ് പ്യൂപ്പിൾ ഈസ് നോൺ ആസ് കറക്ടോപ്പിയ. എന്താണ്? അബ്നോർമലി എക്സെൻട്രിക് പ്ലേസ്ഡ് പ്യൂപ്പിളിനെയാണ് നമ്മൾ കറക്ടോപ്പിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ടറി ഡിസ്ചാർജ് ഈസ് സീൻ ഇൻ വിച്ച് കൺജക്റ്റിവൈറ്റിസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ബാക്ടീരിയൽ കൺജക്റ്റിവൈറ്റിസിൻ്റെയും വൈറൽ കൺജക്റ്റിവൈറ്റിസിൻ്റെയും ഡിഫറൻസ് ഒക്കെ പഠിച്ചോക്കണേ. അപ്പോൾ വാട്ടറി ഡിസ്ചാർജ് ഏത് കേസിലാണ്? വൈറൽ ഡിസ്ചാർജിൻ്റെ കേസിലാണ്. HSV ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത്. ഈ HSV എന്ന് പറയുന്നത് കെരാറ്റൈറ്റിസിൻ്റെ കൂടെ ഉണ്ടാവാം, യുവൈറ്റിസിലുണ്ടാവാം, റെറ്റിനൈറ്റിസിലുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്. അപ്പർ ഐലിഡ് റിട്രാക്ഷൻ ഈസ് ടിപ്പിക്കലി എ സൈൻ ഓഫ്
തൈറോയിഡ് ഐ ഡിസീസാണ്. എന്താണ് അപ്പർ ഐലിഡ് റിട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ഒരു സൈനാണ്? തൈറോയിഡ് ഐ ഡിസീസിൻ്റെ ഒരു സൈനാണ്. അങ്കൈലോബിൾ ഫാരോൺ എന്താണ്? അങ്കൈലോബിൾ ഫാരോൺ ഈസ് അദഷൻ ഓഫ് ബോത്ത് ലിഡ് മാർജിൻ. ലിഡ് മാർജിൻ്റെ അദഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അങ്കൈലോബിൾ ഫാരോൺ എന്ന് പറയാം. നെക്സ്റ്റ് ഐറിഡിസ് സർക്കുലസ് മേജർ. എന്താണ്? ഐറിഡിസ് സർക്കുലസ് മേജർ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ റൂട്ട് ഓഫ് ദി ഐറിസ്. റൂട്ട് ഓഫ് ദി ഐറിസിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഐറിഡിസ് സർക്കുലസ് മേജർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. കുറച്ചധികം ഡിസീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം ഇതിനകത്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെതാ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. എത്രയാണ്? 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഈ പാർട്ടിൽ ചെയ്തു. ഇനി ഒരു 10 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ 10 ക്വസ്റ്റ്യൻസ് കൂടി ഇന്ന് കംപ്ലീറ്റ് ചെയ്യാം അല്ലേ? എന്നിട്ട് നാളെ തൊട്ട് കാറ്ററാക്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് എന്നാലും തീർക്കാം. സബ്സ്റ്റൻസ് ഡെപ്പോസിഡ് ഇൻ ബാൻഡ് ഷേപ്ഡ് കെരാട്ടോപ്പതി ഈസ്. ബാൻഡ് ഷേപ്ഡ് കെരാട്ടോപ്പതിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന സബ്സ്റ്റൻസ് ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. മാറിപ്പോവരുത്, കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. നെക്സ്റ്റ്, കോർണിയൽ നെർവ്സ് ആർ നോട്ട് എൻലാർജ്ഡ് ഇൻ ഹെർപസ് സിംപ്ലെക്സ് കെരാട്ടൈറ്റിസിൻ്റെ കേസിൽ കോർണിയൽ നെർവ്സ് എൻലാർജ് ചെയ്യുന്നില്ല. ഓക്കെ, കോർണിയൽ നെർവ്സ് എൻലാർജ് ചെയ്യുന്നില്ല. നമ്മൾ ബൈറ്റോഡ് സ്പോർട്സ് പഠിച്ചു അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ഫാൾസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പിയർ ഓൺ ദ കൺജക്റ്റിവ. കൺജക്റ്റിവയിലാണ് കാണപ്പെടുന്നത്. ഇത് എപ്പോഴാണ് സെറോത്തൽമിയ ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നുള്ളത്. പിന്നെ അക്യുമുലേഷൻ ഓഫ് കെരട്ടൈനൈസ്ഡ് എപ്പിത്തീലിയൽ ഡെബ്രിസ് അവിടെ ഉണ്ട്. അപ്പിയർ ഓൺ ദ കോർണിയാണ് റോങ് ആയിട്ട് വരുന്നുള്ളത്. നെക്സ്റ്റ്, പോളിയോസിസ് ഈസ് വൈറ്റനിങ് ഓഫ് ദ ലാഷസ്. വൈറ്റനിങ് ഓഫ് ദ ലാഷസിനെയാണ് നമ്മൾ പോളിയോസിസ് എന്ന് പറയാം. ഇതുകൂടി ഒന്ന് നോക്കി വെച്ചോ കേട്ടോ. ഡിസ്റ്റികയാസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഡബിൾ റോ ഓഫ് ലാഷസ് ആണെന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. നെക്സ്റ്റ്, ഹൈപ്പോട്രൈക്കോസിസ് ആണെങ്കിൽ ലാക്ക് ഓർ ആബ്സെൻസ് ഓഫ് ദ ലാഷസ്. എന്താണ് ലാക്ക്? ലാഷസ് ഇല്ല അല്ലെങ്കിൽ ആബ്സെൻ്റ് ആണ്, അതാണ് ഹൈപ്പോ. ഓക്കെ, ഹൈപ്പർ ആണെങ്കിലോ ഓവർ ഗ്രോത്ത് ഓഫ് ദ ലാഷസ്. സോ ഹൈപ്പർ ട്രൈക്കോസിസും ഹൈപ്പോട്രൈക്കോസിസും ഡിസ്റ്റികയാസിസും ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ലിഡ് മാർജിൻ്റെ ഇൻവേർഷനെയാണ് നമ്മൾ എൻട്രോപ്പിയോൺ എന്ന് പറയാം. അറിയാലോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻട്രോപ്പിയോൺ ടൈപ്പ് ഈസ് യൂഷ്വലി എ ടെമ്പററി കണ്ടീഷൻ. അക്യൂട്ട് സ്പാസ്റ്റിക് കണ്ടീഷനാണ് എന്താണ് നമ്മുടെ എൻട്രോപ്പിയോൺ ടൈപ്പിൽ ഒരു ടെമ്പററി കണ്ടീഷനായിട്ട് വരുന്നുള്ളത്. ഓക്കെ, ടെമ്പററി കണ്ടീഷനായിട്ട് വരുന്നുള്ളത്. നെക്സ്റ്റ്, ഹൈപ്പറീമിയ ഈസ് മിനിമൽ അറ്റ് ലിംബസ്. ഹൈപ്പറീമിയ മിനിമൽ ആണ് എവിടെ? ലിംബസിൽ. ക്രെഡേസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ടെസ്റ്റിംഗ് ഒഫ്താൽമിയ നിയോനറ്റോറം. നമ്മൾ പറഞ്ഞു നെയ്സീരിയ ഗൊണോറിയ ആണ് ഈ ഒഫ്താൽമിയ നിയോനറ്റോറം കോസ് ചെയ്യുന്നുള്ളത്. അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു മെത്തേഡാണ് ക്രെഡേസ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അഡിനോ വൈറസ് ആണ് എപ്പിഡമിക് കെരാട്ടോ കൺജക്റ്റിവൈറ്റിസ് കോസ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ്, കോമൺ കോസറ്റീവ് ഓർഗാനിസം ഓഫ് അക്യൂട്ട് സെർപ്പീജിനിയസ് അൾസർ അല്ലെങ്കിൽ അൾസസ് സെർപ്പൻസ് എന്ന് നമ്മൾ പറയും. അതിൻ്റെ കോമൺ കോസറ്റീവ് ഓർഗാനിസം ഏതാണ്? ന്യൂമോകൊക്കയാണ്. ഈ ന്യൂമോകൊക്കയിൻ്റെ മറ്റൊരു പേരാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണി എന്ന് പറയുന്നത്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ എന്ന് പറയുന്നത്. സോ കോമൺ കോസറ്റീവ് ഏജൻറ്റ് ഓഫ് അക്യൂട്ട് സെർപ്പീജിനിയസ് അൾസർ അല്ലെങ്കിൽ അൾസസ് സെർപ്പൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ന്യൂമോകൊക്കയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോനകത്ത് പറയുന്നുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് കാറ്ററാക്ട് വെച്ചിട്ടാണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. സോ താങ്ക് യു.